ഹലോ, ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ബിടെക് ബ്രാഞ്ചിൽ ഇലക്ട്രോണിക്സ് ഡിഗ്രി പൂർത്തിയാക്കിയ വളരെ കാത്തിരിക്കുന്ന ഒരു വിജ്ഞാപനമാണ് എഞ്ചിനീയറിംഗ് കോളേജുകളിലെ പോളിടെക്നിക് ലെക്ചർ പോസ്റ്റിന്റെ വിജ്ഞാപനം. ഇപ്പോൾ ലാസ്റ്റ് ടൈം ഇതിന്റെ വിജ്ഞാപനം വന്ന സമയത്ത് ക്വാളിഫിക്കേഷൻ മെൻഷൻ ചെയ്തിരുന്നത് ഫസ്റ്റ് ക്ലാസ് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ഇലക്ട്രോണിക്സ്, ഡിഗ്രി ഇൻ അപ്ലൈഡ് ഇലക്ട്രോണിക്സ്, ഡിഗ്രി ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്. ഇപ്പോൾ സ്കെയിൽ ഓഫ് പേ നോക്കുവാണെങ്കിൽ ACT സ്കെയിൽ ഓഫ് പേ ആണ്. ഏജ് ലിമിറ്റ് ഏജ് 20 മുതൽ 39 വരെയാണ്. ഇപ്പോൾ ജോബ് പ്രൊഫൈൽ കൊണ്ടും സാലറി സ്കെയിൽ കൊണ്ടും വളരെ അട്രാക്റ്റീവ് ആയിട്ടൊരു പോസ്റ്റാണിത്. ഇപ്പോൾ ലാസ്റ്റ് ടൈം ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരുന്നത് 2019 കൊറോണയ്ക്ക് ശേഷമായിരുന്നു PSC ഇതിൻ്റെ എക്സാം ഷെഡ്യൂൾ ചെയ്തിരുന്നത്. അപ്പോൾ എക്സാം നടത്തി അതിന് ശേഷം ഇതിൻ്റെ കട്ട് ഓഫ് മാർക്ക് വന്ന സമയത്ത് 46.67 ആയിരുന്നു ഇതിൻ്റെ കട്ട് ഓഫ് മാർക്ക് വന്നിരുന്നത്. മാക്സിമം ടോപ്പ് മാർക്ക് ടെസ്റ്റിൽ നിന്ന് ലഭിച്ച മാർക്ക് എന്ന് പറയുന്നത് 67.33 ആയിരുന്നു. ഇപ്പോൾ ഇതുവരെ ടോട്ടൽ ലിസ്റ്റിൽ നിന്ന് അഡ്വൈസ് ലഭിച്ചിരിക്കുന്നത് 95 ആളുകൾക്കാണ്. മെയിൻ ലിസ്റ്റിൽ 129 പേരെയായിരുന്നു ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓപ്പൺ കാറ്റഗറിയിൽ നിന്നും 70 ആളുകൾക്ക് ഇതിനോടകം ജോലി ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരുടെയും ഉള്ള ഒരു ചോദ്യം, ഇതിൻ്റെ നെക്സ്റ്റ് വിജ്ഞാപനം എപ്പോഴായിരിക്കും, നമ്മൾ പഠിച്ചു തുടങ്ങേണ്ട സമയമായോ എന്നൊക്കെ ചോദിച്ച് കുറേയധികം എൻക്വയറീസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ പഠിച്ചു തുടങ്ങേണ്ട സമയമായിരിക്കുന്നു. കാരണം ഇതിൻ്റെ ഡേറ്റ് PSC ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ട് ഏകദേശം 2 വർഷം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ PSCയുടെ പുതിയ പാറ്റേൺ ഒക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ എല്ലാ വർഷവും ജാനുവരി മാസം PSC ആ വർഷം നടത്താതിരിക്കുന്ന എല്ലാ എക്സാമുകളുടെയും ഡേറ്റുകൾ നേരത്തെ തന്നെ ഷെഡ്യൂൾ ചെയ്യാറുണ്ട്. അപ്പം അടുത്തടുത്ത മാസങ്ങളിൽ ആ എക്സാമുകൾ അതാത് മാസങ്ങൾ ഏത് ടൈമിലാണ് വരുന്നതെന്നുള്ളത് കൃത്യമായിട്ട് ടൈം ടേബിളിൽ മെൻഷൻ ചെയ്ത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് PSC ഇപ്പോൾ എക്സാംസ് ഒക്കെ നടത്തുന്നത്. ഒരു നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഒരു 5, 6, 7 മാസത്തിനുള്ളിൽ തന്നെ PSC അതിൻ്റെ എക്സാമുകളൊക്കെ നടത്താറുണ്ട്. ഒപ്പം നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, PSCയുടെ റീസെൻറ്റ് ട്രെൻഡ്സ് നോക്കുവാണെങ്കിൽ ഒരു റാങ്ക് ലിസ്റ്റ് നിലനിൽക്കെ തന്നെ ഒരു 1.5 വർഷം 2 വർഷമൊക്കെ കഴിയുമ്പോൾ തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ PSC പബ്ലിഷ് ചെയ്യും. ആ റാങ്ക് ലിസ്റ്റ് നിലനിൽക്കുമ്പോൾ തന്നെ ഒരു വർഷത്തിനകം PSC എക്സാമുകൾ നടത്തി ഈ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആകുന്ന ടൈമിൽ പുതിയ അഡ്വൈസ് ലഭിക്കത്തക്ക രീതിയിലാണ് ഇപ്പോൾ PSCയുടെ ക്രമീകരണങ്ങളൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഇതിന് നോക്കുവാണെങ്കിൽ ഇപ്പോഴുള്ള ലിസ്റ്റിൻ്റെ കാലാവധി ഏറിയാൽ ഒരു 10 മുതൽ 12 മാസം വരെയാണ്. അപ്പോൾ ആ ടൈമിനുള്ളിൽ തന്നെ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ നടത്താനും എക്സാമുകൾ ഷെഡ്യൂൾ ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇപ്പോൾ ഉദ്യോഗാർത്ഥികൾ പഠിച്ചു തുടങ്ങേണ്ട സമയമായി. ഞാൻ പറഞ്ഞല്ലോ, വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ്, നല്ല സ്കെയിൽ ഓഫ് പേ ആണ്. അപ്പോൾ വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതിനെ ആഗ്രഹിക്കുന്നവരൊക്കെ തന്നെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ക്വാളിഫിക്കേഷൻ ബിടെക് ആണെങ്കിലും ഇതിന് കൂടുതലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് MTechും PhDയും ഒക്കെ ഉള്ളവരായിരിക്കും. എഞ്ചിനീയറിംഗ് കോളേജിലെയും പോളിടെക്നിക് കോളേജിൽ ഗസ്റ്റ് വേക്കൻസിയിലൊക്കെ വർക്ക് ചെയ്യുന്നവരൊക്കെ ഇപ്പോൾ തന്നെ ഇതിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസസ് കാണും. കാരണം ഗവൺമെൻറ് സെക്ടറിലേക്ക് അവർക്ക് മാറാൻ ഒരു നല്ലൊരു അവസരമാണ് ഇതുപോലുള്ളൊരു പോസ്റ്റ്. ഇപ്പോൾ ഏണസ്റ്റ് അക്കാഡമി വളരെ താമസിക്കാതെ തന്നെ ഒരു ഇൻറ്റൻസീവ് ഓൺലൈൻ കോച്ചിങ് നമ്മളിതിന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒരു ഫോക്കസ് ബാച്ചാണ്, എക്സാം വരെ നമ്മൾ കൊണ്ടുപോകുന്ന ഒരു ഫോക്കസ് ബാച്ചായിട്ടാണ് ആ ബാച്ചിനെ നമ്മൾ കൊണ്ടുപോകുന്നത്. സ്ലോ ലേണേഴ്സിനും പഠിച്ചു തുടങ്ങാൻ ഇതുവരെ PSCക്ക് ഒന്നും പ്രിപ്പയർ ചെയ്ത് തുടങ്ങാത്തവർക്കും ഒക്കെ വേണ്ടിയുള്ള ഒരു ലോങ് ടൈം ഫോക്കസ് ബാച്ചാണ്. ഇപ്പോൾ സിലബസിലെ സബ്ജക്റ്റുകളൊക്കെ ബേസ് മുതൽ നമ്മൾ ഡെപ്ത് വരെ കവർ ചെയ്യുന്നുണ്ടായിരിക്കും. അതുകൂടാതെ ഓരോ ടോപ്പിക്കിനും നമ്മൾ ടോപ്പിക് ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. അതേപോലെ ഒരു സബ്ജക്റ്റ് കവർ ചെയ്യുന്ന മുറയ്ക്ക് സബ്ജക്ട് ടെസ്റ്റുകൾ, അതേപോലെ തന്നെ മോഡൽ എക്സാംസുകൾ, PSCയുടെ പുതിയ ചോദ്യപേറ്റേണെ ബേസ് ചെയ്തിട്ടുള്ള വർക്കൗട്ട് സെഷൻസ്, പിന്നെ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡൗട്ട്സുകളും, പിന്നെ ഫാക്കൽറ്റീസുമായിട്ടുള്ള ഇൻട്രാക്ഷൻസിനൊക്കെ വേണ്ടി നമ്മുടെ ഒരു മെന്റർ സപ്പോർട്ട് നമുക്ക് കാണും. ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ഇപ്പോൾ ഈ ഒരു ലോങ് ടൈം ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് പഠിക്കുവാണെങ്കിൽ എക്സാം വരെ വളരെ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുവാണ്. നിങ്ങൾ തുടക്കക്കാരായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ജോബ് ചെയ്യുമ്പം നിങ്ങളുടെ പ്രിപ്പറേഷൻസ് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായിക്കോട്ടെ, നിങ്ങളൊക്കെ നേരത്തെ തന്നെ തുടങ്ങണം. PSC എക്സാംസ് ഒക്കെ ഓൾറെഡി എഴുതി ലിസ്റ്റിലൊക്കെ വന്നവരാണ്, എന്നാൽ റാങ്ക് ഇതുവരെ നേടാൻ സാധിച്ചിട്ടില്ല. അവർക്കൊക്കെ ചിലപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഒന്ന് പ്രിപ്പറേഷൻ തുടങ്ങിയാൽ മതിയായിരിക്കും. പക്ഷെ ജോലിയിൽ ഇരുന്ന് പഠിക്കുന്നവർ, അല്ലെങ്കിൽ ഒരു കരിയർ ഗ്യാപ്പിന് വന്നതിന് ശേഷം പഠിച്ചു തുടങ്ങേണ്ടവർ, ഒപ്പം തന്നെ റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ 2023, 2024, 2022 പാസ് ഔട്ടായ ഉദ്യോഗാർത്ഥികൾ ആദ്യ അറ്റംപ്റ്റിൽ തന്നെ ഒരു എക്സാം ഒക്കെ ക്രാക്ക് ചെയ്യണമെന്നുള്ള ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ തന്നെ നമ്മളോടൊപ്പം ചേർന്ന് പഠിക്കാവുന്നതാണ്. ഇപ്പോഴേ ഏണസ്റ്റ് അക്കാഡമി കഴിഞ്ഞ ഒരു 5 വർഷങ്ങളായി എല്ലാ ടെക്നിക്കൽ പോസ്റ്റുകളിലും എക്സാമുകളുടെ കോച്ചിങ് നടത്തി വരികയാണ്. IT, ഡിപ്ലോമ, BTech, MTech ക്വാളിഫിക്കേഷനുള്ള ഓവർസിയർ എക്സാംസ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാംസ്, അതേപോലെ തന്നെ പോളി ലെക്ചർ എക്സാംസ്, വിവിധ ബ്രാഞ്ചുകളുടെ അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാംസ്. അപ്പോൾ PSC ഈ എക്സാമുകളൊക്കെ നടത്തി അതിൻ്റെ ലിസ്റ്റുകളൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷം നടത്തിയ എല്ലാ ടെക്നിക്കൽ എക്സാംസുകളുടെയും കോച്ചിങ്, എല്ലാ ബ്രാഞ്ചുകളുടെയും കോച്ചിങ് ഇവിടെ നമുക്ക് അവൈലബിൾ ആയിരുന്നു.
എല്ലാ എക്സാംസിലും നമുക്ക് നല്ലൊരു റിസൾട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയിരിക്കുന്നത്. മിക്ക എക്സാമുകളിലും ഫസ്റ്റ് റാങ്കുകളും സെക്കൻഡ് റാങ്കുകളും തേർഡ് ഫോർത്ത് റാങ്കുകളും ഒപ്പം റാങ്ക് ലിസ്റ്റിൻ്റെ ഒരു നല്ലൊരു പോർഷൻ സ്റ്റുഡൻസ് നമ്മുടെ ഉദ്യോഗാർത്ഥികളായിരുന്നു. നിങ്ങൾ കാണുന്ന ലിസ്റ്റ് എന്ന് പറയുന്ന വിവിധ ബ്രാഞ്ചുകളിൽ ടോപ്പ് റാങ്ക് നേടിയ മാത്രം ഉദ്യോഗാർത്ഥികളുടെ ഫോട്ടോസാണ് നിങ്ങൾ കാണുന്നത്. ഇത് തന്നെ നമ്മുടെ ഒരു ടെസ്റ്റിമണിയാണ്. എത്രത്തോളം ഹാർഡ് വർക്കിംഗ് ചെയ്ത സ്റ്റുഡൻസ് ആണ് ഏണസ്റ്റ് അക്കാഡമി തിരഞ്ഞെടുത്ത് പഠിച്ചതെന്നും നമ്മുടെ ഫാക്കൽറ്റീസും മെൻറ്റേഴ്സും എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തിട്ട് അവർ ആഗ്രഹിക്കുന്ന അല്ലെ അവർ അർഹിക്കുന്ന ഒരു വിജയം അവർക്ക് നേടിക്കൊടുക്കാനായിട്ട് എങ്ങനെ ഇരുകൂട്ടരും ചേർന്ന് പഠിച്ചതിൻ്റെ ഉള്ള ഒരു സക്സസ് സ്റ്റോറീസ് ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതേപോലുള്ള ചരിത്ര വിജയം നിങ്ങൾക്ക് നമ്മളോടൊപ്പം ആവർത്തിക്കാവുന്നതാണ്. നിങ്ങളുടെ ഡ്രീം പോസ്റ്റിന് വേണ്ടി ഉറപ്പായും നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസും പ്രിപ്പറേഷനും ആവശ്യമാണ്. അതിന് ബെസ്റ്റ് പ്ലേസ് എന്ന് പറയുന്നത് ഏണസ്റ്റ് അക്കാഡമി തന്നെയാണ്. അപ്പോൾ ഈ എക്സാമിന് എങ്ങനെ പഠിച്ചു തുടങ്ങണം എന്നുള്ളൊരു ഡീറ്റെയിൽഡ് വെബിനാറൊക്കെ നമ്മുടെ ഫാക്കൽറ്റി എക്സ്പേർട്ട് ഈയിടെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഒപ്പം കോഴ്സിന് ജോയിൻ ചെയ്യാനായിട്ടും നമ്മുടെ ഈ എക്സാമിനെ പറ്റി കൂടുതൽ അറിയാനും കമൻറ്റ് ബോക്സിൽ കാണുന്ന ഗൂഗിൾ ഫോം നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻസിന് ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ്.